ഗ്യാസ് സിലിണ്ടർ KYC ഇനി വീട്ടിലിരുന്ന് ഫോണിലൂടെ ചെയ്യാം. ഏജൻസിയിൽ ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമസ്കാരം. ഗ്യാസ് സിലിണ്ടർ കണക്ഷനുള്ള എല്ലാ ഉപഭോക്താക്കളും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു വിവരവുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഗ്യാസ് KYC അഥവാ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനി ഗ്യാസ് ഏജൻസിയിലോ അക്ഷയ സെന്ററുകളിലോ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ആവശ്യം ഇല്ല. തള്ളവിരൽ അടയാളം അതായത് ഫിംഗർ പ്രിന്റ് നൽകാൻ സാധിക്കാത്തവർക്ക് പോലും ഇനി വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിലെ ക്യാമറ ഉപയോഗിച്ച് വെറും ഫേസ് ഓതന്റിക്കേഷൻ മുഖം സ്കാൻ ചെയ്യുന്നത് വഴി വളരെ എളുപ്പത്തിൽ ഇപ്പോൾ KYC പൂർത്തിയാക്കാൻ സാധിക്കും. ഫോൺ വഴി മുഖം സ്കാൻ ചെയ്ത് വിജയകരമായി KYC പൂർത്തിയാക്കിയാൽ പിന്നീട് ഏജൻസിയിലോ അക്ഷയ സെന്ററിലോ പോയി വിരലടയാളം നൽകേണ്ടതില്ല എന്ന ആശ്വാസവുമുണ്ട്. ഇത് എങ്ങനെയാണ് മൊബൈൽ ഫോണിലൂടെ ഘട്ടം ഘട്ടമായി ചെയ്യുന്നതെന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. എല്ലാവർക്കും ഉപകാരപ്പെടാനായി ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തുടക്കത്തിൽ ചെയ്യേണ്ട പ്രാരംഭ നടപടിയാണ് ആധാർ ഫേസ് ID ആപ്പ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഏത് കമ്പനിയുടെ ഗ്യാസ് കണക്ഷൻ ഉള്ളവരാണെങ്കിലും ഫോൺ വഴി മുഖം സ്കാൻ ചെയ്ത് KYC ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ചെറിയ സപ്പോർട്ടിംഗ് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പോയി അവിടെ ആധാർ ഫേസ് ID എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ആവുകയും അത് ഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. കാരണം ഇതൊരു ബാക്ക്ഗ്രൗണ്ട് സർവീസ് ആപ്പാണ്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. അത് ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിശബ്ദമായി പ്രവർത്തിച്ചുകൊള്ളും. വിവിധ ഗ്യാസ് കമ്പനികളുടെ KYC നടപടിക്രമങ്ങൾ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇനിയും ഒരേ ഗ്യാസ് കമ്പനിക്കുള്ള ലോഗിൻ KYC നടപടികൾ എങ്ങനെയെന്ന് പരിശോധിക്കുക. ഇന്ത്യൻ ഗ്യാസ് ഉള്ളവർ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്ത്യൻ ഓയിൽ 1 ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ആദ്യം നൽകുക. ഫോണിലേക്ക് വരുന്ന OTP നൽകി ലോഗിൻ ചെയ്യുക. ആദ്യമായിട്ടാണ് എങ്കിൽ രജിസ്റ്റർ അല്ലെങ്കിൽ സൈനപ്പ് കൊടുക്കുക. പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു പാസ്വേഡ് നൽകി കൺഫേമും ചെയ്യാവുന്നതാണ്. തുടർന്ന് മെനു LPG ഡൊമസ്റ്റിക് LPG എന്നത് തിരഞ്ഞെടുത്ത് അപ്ലൈ ഫോർ KYC ക്ലിക്ക് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകി ഫേസ് സ്കാൻ ചെയ്യുക. ഇനി ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹലോ BPL ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തുറക്കുക. രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ നൽകി ലഭിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് ആപ്പിലേക്ക് പ്രവേശിക്കുക. ഹോം പേജിലെ LPG സെക്ഷനിൽ നിന്നും കംപ്ലീറ്റ് KYC തിരഞ്ഞെടുക്കുക. വിവരങ്ങൾ നൽകിയ ശേഷം പ്രൊസീഡ് ഫോർ ഫേസ് ഓതറൈസേഷൻ നൽകി മുഖം സ്കാൻ ചെയ്യുക. ഇനിയും HP ഗ്യാസ് ആണെങ്കിൽ HP പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് തുറക്കുക. മൊബൈൽ നമ്പർ നൽകി OTP നൽകി ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ പുതിയ പ്രൊഫൈൽ നൽകുക. LPG ഓപ്ഷനിൽ പോയി KYC തിരഞ്ഞെടുക്കുക. നമ്പറും OTP നൽകി ഫേസ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. ഇനി സുരക്ഷിതമായ പാസ്വേഡ് നിർമ്മിക്കുന്ന വിധവും ഫേസ് സ്കാനിംഗ് നിർദ്ദേശങ്ങളും. ആപ്പുകളിൽ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ശക്തമായ ഒരു പാസ്വേഡ് നൽകാൻ ആവശ്യപ്പെടാറുണ്ട്. മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഊഹിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പാസ്വേഡ് വേണം നിർമ്മിക്കാൻ. ഒരു ശക്തമായ പാസ്വേഡിന് കുറഞ്ഞത് 8 അക്ഷരങ്ങളെങ്കിലും വേണം. ഒരു വലിയ ഇംഗ്ലീഷ് അക്ഷരം, ഉദാഹരണത്തിന് ക്യാപിറ്റൽ ലെറ്റർ ABCD. അതുപോലെ ചെറിയ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് വേണം. അതുപോലെ അക്കങ്ങൾ വേണം. നാലാമതായി വേണ്ടത് പ്രത്യേക ചിഹ്നങ്ങളാണ്. @ തുടങ്ങിയ ചിഹ്നങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഗ്യാസ് @2026 ഇതിനകത്ത് 8 അക്ഷരങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ ഇന്ത്യ @123 ഇങ്ങനെയുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്യാപിറ്റൽ അക്ഷരവും ചെറിയ അക്ഷരവും ചിഹ്നവും നമ്പറും കൃത്യമായി അടങ്ങിയിട്ടുണ്ട്. ഫേസ് സ്കാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്യാമറയ്ക്ക് മുൻപിൽ മുഖം കാണിക്കുമ്പോൾ കണ്ണ് ചിമ്മാൻ ആവശ്യപ്പെടാറുണ്ട്.
ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്ന ജീവനുള്ള വ്യക്തിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഇത്. അതിനാൽ സ്കാൻ ചെയ്യുമ്പോൾ നിർദ്ദേശം വരുമ്പോൾ കണ്ണ് ചിമ്മി തുറക്കുക. ഇനി പ്രധാന നിർദ്ദേശങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇതിലൊക്കെ ഉപരിയായി ചില പ്രധാന കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധിപ്പിച്ചിട്ടുള്ള അതേ മൊബൈൽ നമ്പറും വിവരങ്ങളും തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നല്ല വെളിച്ചമുള്ള സ്ഥലത്തിരുന്ന് ഫോണിൻ്റെ ക്യാമറ നോക്കി മുഖം സ്കാൻ ചെയ്യുക. ഇനിയും ഫോൺ വഴി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം കാർഡുമായി നേരിട്ട് ഗ്യാസ് ഏജൻസിയോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിനെയോ സമീപിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാവുന്ന ഈ കാര്യം പലർക്കും ഇപ്പോഴും അറിയില്ല. അതിനാൽ ഉപകാരപ്രദമായ ഈ വിവരം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള വിവരങ്ങൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.